ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കാറുകൾ കടത്തുകയും അതിൻ്റെ പേരിൽ കേസെടുക്കുകയും പിന്നീട് ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ ഉൾപ്പെടെ പരിശോധന നടക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അവിടെ DQ ചെയ്ത കാര്യം കയ്യിലുള്ള രേഖകൾ കൃത്യമായി ഹൈക്കോടതിയിൽ എത്തിക്കുക എന്നതായിരുന്നു. ആ വാഹന ഇടപാടിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് ദുൽഖർ സൽമാൻ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു. അതിന് പിന്നാലെ ഇപ്പോൾ ഷെയ്ൻ നിഗമത്തിൻ്റെ സിനിമയ്ക്ക് സെൻസർ ബോർഡ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിലെ ഈ ബീഫ് ബിരിയാണി എന്ന ഭാഗം മ്യൂട്ട് ചെയ്യണം, രാഖി ബ്ലർ ചെയ്യണം, ധ്വജപ്രണാമം എന്ന വാക്ക് കേൾപ്പിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നിനു പിറകെ ഒന്നായി ചില നടന്മാരെ ടാർഗറ്റ് ചെയ്ത് കേന്ദ്ര ഏജൻസികളുടെ അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ ചില നീക്കമുണ്ടാകുന്നു എന്ന തരത്തിൽ ഫേസ്ബുക്കിലും മറ്റിടങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ പലവിധ ചർച്ചകൾ കാണുകയുണ്ടായി. പക്ഷേ എല്ലാ വശവും നമ്മൾ പരിശോധിക്കണം. കാരണം ഇതിൽ സെൻസർ ബോർഡ് ഒരു കാര്യം പറയുന്നതിൽ ബീഫ് ബിരിയാണി മ്യൂട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ മനസ്സിലാകുന്നില്ല, ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മനസ്സിലാകുന്നില്ല. പലരും പങ്കുവയ്ക്കുന്നൊരു കാര്യമാണത്. കാരണം നമ്മുടെ നാട്ടിൽ ബീഫ് ബിരിയാണി എന്നത് നമ്മൾ റോഡിൽ സഞ്ചരിക്കുമ്പോൾ പല കടകളിലും കാണുന്നൊരു കാര്യമാണ്. ഈ നാട്ടിൽ നിയമം മൂലം ബിസിനസ് നടത്തുന്ന ആളുകൾ അവരുടെ ഹോട്ടലുകളിൽ വിളമ്പുന്ന ഒരു കാര്യമാണ് ബീഫ് ബിരിയാണി. എന്നാൽ ഈ സിനിമ വിവാദമാക്കുന്നതിന് പലപ്പോഴും അണിയറ പ്രവർത്തകർ ശ്രമിക്കാറുണ്ട്. ഈ സിനിമയുടെ കാര്യമല്ല ഇപ്പോൾ പറയുന്നത്, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സിനിമയിലെ ചില സുഹൃത്തുക്കൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു മന്ത്രി തന്നെ അടുത്തിടെ പറഞ്ഞു, ഈ ചില വിവാദ സംഗതികൾ സിനിമയ്ക്കകത്ത് കുത്തിക്കയറ്റിയിട്ട് സിനിമയ്ക്ക് കൂടുതൽ പ്രചാരം നേടുന്നതിന് വേണ്ടി ചില തന്ത്രങ്ങൾ ചിലർ നടത്താറുണ്ടെന്ന്. ഇവിടെ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നു, ഇപ്പോൾ സന്ദേശം എന്നൊരു സിനിമ രാഷ്ട്രീയ ചിത്രമാണ്, ലാൽ സലാം എന്ന സിനിമ, അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ഒരു സിനിമ. ഈ സിനിമയിലൊക്കെ ചെങ്കൊടി കാണിക്കുന്നെങ്കിലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് കാണുന്ന എല്ലാ പേർക്കും അറിയാം. പക്ഷേ അരിവാൾ ചുറ്റിക നക്ഷത്രമോ അരിവാൾ നെൽക്കതിരോ CPI ആണെന്നോ CPM ആണെന്നോ ഒന്നും അതിൽ പറയുന്നില്ല. അതുപോലെ ജനാർദ്ദനെയൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി രഞ്ജി പണിക്കരൊക്കെ എഴുതിയിട്ടുള്ള സിനിമകളുണ്ട്. അത് കാണുമ്പോൾ നമുക്കറിയാം അത് ലീഡറാണ്, അല്ലെങ്കിൽ ആ സിനിമയിൽ വന്നു പോകുന്ന ആൾ നയനാരുടെ ഒരു പ്രതീകമാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അവരുടെ പേരോ അവരുടെ പാർട്ടിയെന്നോ അതിൽ ആരെന്നോ ഒന്നും കാണിക്കുന്നില്ല. വെള്ളിമുങ്ങയിൽ പോലും ഇരിക്കൂർ എന്ന മണ്ഡലത്തിൽ തുടർച്ചയായി ജയിക്കുന്ന ഒരാളിനെ, ഒരു നേതാവിനെ പറയുമ്പോൾ അത് KC ജോസഫാണെന്ന് കൃത്യമായിട്ട് രാഷ്ട്രീയം അറിയാവുന്ന ആളുകൾക്കെല്ലാം ആ പേരാണെന്നറിയാം. പക്ഷേ KC ജോസഫിനെ കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പരാമർശം ആ സിനിമയിൽ നടത്തുന്നില്ല. പക്ഷേ അങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ളവർക്ക് ആ മണ്ഡലവും അങ്ങനെ തുടർച്ചയായി ജയിക്കുന്ന ആളും അദ്ദേഹമാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ആ തരത്തിലൊക്കെ ഏതെങ്കിലും സിമ്പലുകൾ കാണിക്കാതെ തന്നെ അത് ഇന്ന പാർട്ടിയാണെന്നും ആ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഈ രാഷ്ട്രീയക്കാരനെന്നും ഒക്കെ കാണിക്കാൻ കഴിയും. അവിടെ രാഖി കാണിക്കണമോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇത് ഈ രാഖി കെട്ടുന്നത് എന്നത് ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായി എന്ന് തന്നെയാണ്. മാത്രമല്ല ധ്വജപ്രണാമം എന്നത് ഒരു പതാക വന്ദനം എന്ന് വേണമെങ്കിൽ ആ സിനിമയിൽ അങ്ങനെ ഒരു പ്രയോഗം നടത്താം. പക്ഷേ അത് നടത്താതെ ഈ ധ്വജപ്രണാമം എന്ന വാക്ക് തന്നെ അതിനകത്ത് കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ എല്ലാത്തിലും നിഷ്കളങ്കത നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ചില പ്രയോഗങ്ങൾ ചില സിനിമകളിൽ ഉണ്ടാകുമ്പോൾ അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കും. ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ഒരു കാര്യം വന്നപ്പോൾ ആ ജാനകി എന്നൊരു പ്രയോഗം വരുന്നതിൽ നമ്മൾ ഒരു തെറ്റും കണ്ടില്ല. ഒരുപക്ഷെ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ ജാനകി എന്ന പേരിനോട് പിന്നെ V ചേർത്തതോടുകൂടി ആ വിവാദം അവസാനിക്കുകയാണ്. ചില സിനിമകൾ തയ്യാറാക്കുകയും അതിൽ തന്നെ വിവാദത്തിനുള്ള ചില എലമെൻറ്റുകൾ ഇടുകയും പിന്നീട് അവരുടെ തന്നെ ആളുകളെ കൊണ്ട് ഇത് വിവാദമാക്കുകയും വാർത്ത ഉണ്ടാക്കുകയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതിനെ വലിയ തോതിൽ വിവാദമാക്കി കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന പരിപാടിയുണ്ട്. കാരണം സിനിമ കൂടുതൽ പ്രചാരം നേടണമെങ്കിൽ, കൂടുതൽ പബ്ലിസിറ്റി ഉണ്ടാകണമെങ്കിൽ ചെറിയ വിവാദം കൂടി വേണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം സിനിമാക്കാർ കൂടി നമ്മുടെ നാട്ടിലുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ദുൽഖറിനോ അല്ലെങ്കിൽ ഷെയ്ൻ നിഗമത്തിനോ ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം DQ കൃത്യമായി അതിൻ്റെ നിയമപരമായ വശങ്ങളിലൂടെ തന്നെയാണ് പോകുന്നത്. ഈ സിനിമയിലും കോടതിയുടെ മുമ്പിലിരിക്കുന്നൊരു വിഷയമാണ്. സ്വാഭാവികമായും കോടതി അതിലൊരു തീർപ്പുണ്ടാക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ഭിന്നിപ്പുണ്ടാക്കാൻ അത് ഏത് കേന്ദ്രങ്ങളിൽ നിന്നായാലും, അത് ഇന്ന ആളുകൾ എന്ന് പറയുന്നില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്നൊരു മാധ്യമമാണല്ലോ സിനിമ. പക്ഷേ ഈ സിനിമ കാണുന്നതിൽ വലിയൊരു വിഭാഗം യുവതലമുറയാണ്. ആ യുവാക്കൾക്കിടയിൽ ഇപ്പോൾ അങ്ങനെ വലിയ ജാതി മത ചിന്തകൾ വലിയ തോതിലില്ല. അവരുടെ തലയിലേക്ക് കുത്തിവെക്കുന്ന തരത്തിലേക്ക് സിനിമയെ മാറ്റിക്കൊണ്ടു പോകാൻ
അത് ഏജൻസികളുടെ മാത്രം തലയിലേക്ക് അതിൻ്റെ കുറ്റം വെക്കാതെ ഈ സിനിമാക്കാർ കൂടി അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നല്ല സിനിമകൾക്ക് വിവാദത്തിൻ്റെ കണ്ടൻറ്റ് ആവശ്യമില്ല എന്നത് നമുക്ക് ഒരുപാട് സംവിധായകർ തെളിയിച്ചു തന്നിട്ടുള്ളതാണ്. അത് സിദ്ദിഖ് ലാലാകട്ടെ, ലാൽ ജോസ് ആകട്ടെ, ആ തരത്തിലുള്ള ഒരുപാട് സിനിമകൾ നമ്മളെ രസിപ്പിച്ച സിനിമകൾ, ജോഷി ആകട്ടെ അല്ലെങ്കിൽ സിബി മലയിലാകട്ടെ, അങ്ങനെ ധാരാളം സംവിധായകരുണ്ട്. അവരുടെയൊക്കെ സിനിമകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലെവിടെയെങ്കിലും നമുക്ക് അങ്ങനെ ഒരു സിംബലോ പ്രതീകമോ എടുത്ത് അവരെല്ലാം ഈ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്നൊരു തോന്നൽ പോലും നമുക്കുണ്ടാവാത്ത തരത്തിൽ ഇപ്പോഴും നമുക്ക് അവരുടെയൊക്കെ സിനിമകൾ കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് വെക്കുന്നത്, ആദ്യം ഈ ലൂസിഫർ സിനിമ വന്നപ്പോൾ അതിലെ ഒരു സീൻ ഈ തരത്തിൽ വന്നപ്പോൾ വലിയ വിവാദമുണ്ടായിരുന്നു. പൃഥ്വിരാജിനും മോഹൻലാലിനും നേരെ വിമർശനമുണ്ടായി. പിന്നീട് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് കിട്ടുന്ന അതേ സമയത്താണ് ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ കസ്റ്റംസിൻ്റെ പരിശോധന നടക്കുന്നത്. ആ സമയത്ത് പോലും ചില ചർച്ചകൾ അങ്ങനെ വന്നു. മോഹൻലാലിന് പുരസ്കാരവും മമ്മൂട്ടിയുടെ വീട്ടിൽ പരിശോധനയും എന്ന തരത്തിലൊക്കെ വന്നു. അത് ഒരുപക്ഷെ യാദൃശ്ചികമായിരിക്കാം. അത് പൂർണ്ണമായും ആ സമയത്ത് രണ്ട് സംഭവങ്ങൾ സംഭവിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതൊന്നും കൊണ്ട് ഇവർക്കൊന്നും എന്തെങ്കിലും സംഭവിക്കും അല്ലെങ്കിൽ ഇവരുടെ ശോഭ ഇല്ലാതാകും. കൃത്യമായ രേഖകളുണ്ടെങ്കിൽ ആർക്കും ഈ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം തന്നെ ഉണ്ടാകും. പക്ഷേ സെൻസർ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ബോധപൂർവമായ ശ്രമം ഉണ്ടാകരുത് എന്ന് പറയുന്നത് പോലെ തന്നെ സിനിമാക്കാരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ജാഗ്രത ഉണ്ടാകുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്.